Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലാവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് പൊറോട്ട പോലെയാണുള്ളത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മലാവ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഈസ്റ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം. 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റിൻ്റെ അളവ് കൂടി പോകരുത്, കുറച്ച് മാത്രം ഈസ്റ്റ് മതി. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. 250 ml അളവ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 375 ഗ്രാം മൈദ ഉണ്ടാവും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണ്, ഒരുപാട് ചൂട് കൂടി പോകണ്ട. അപ്പോൾ ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1/4 കപ്പും പിന്നീട് 1/4 കപ്പും, അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത്. വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മൈദയുടെ ഇതൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മൈദയിലേക്ക് മൊത്തത്തിൽ 1.5 കപ്പോളം വെള്ളം, ആ ഈസ്റ്റ് കുതിർക്കാൻ വെച്ചത് ഉൾപ്പെടെയാണ് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ട് ഇതിന് കുഴച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണുള്ളത്. നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇതിനി ഒരു ബൗളിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് മിക്സ് ചെയ്തിട്ടുള്ള അതേ ബൗളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. ഇത് 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഈ മാവ് 4ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല കനത്തിലാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് കനം കുറച്ചിട്ട് വേണമെങ്കിൽ ഇത് 6 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് ക്രാക്സ് ഒന്നും ഇല്ലാതെ ബോളാക്കി എടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം.
ഇതിനി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യം ചെയ്തത് ഒന്ന് പരത്തിയെടുക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ബോളാക്കിയിട്ടുള്ളത് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ടിത് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഇത് കുറച്ച് ഒരു ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. ആ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ആ ലെയറിലും ഇതേപോലെ ആ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇത് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ മുകളിലും ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചുരുട്ടിയിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ എൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങ് അവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് ഇതൊരു ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് വെറുതെ അതിനകത്ത് കരിഞ്ജീരകം ഒന്നും ഇടാതെയാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തതിന് കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. കരിഞ്ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. ചൂടോടെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. കറിയൊന്നും വേണ്ട. അപ്പം ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഒക്കെ വിതറിയിട്ട് എടുക്കാം. മൈദ വിതറിയിട്ട് അതിലേക്ക് കുറച്ച് കരിഞ്ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ ഒരു റോളർ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഓരോ ബോളും എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം.
ഒരുപാടങ്ങ് കനം കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചിട്ട് ഇത് 2 സൈഡും മറിച്ചും തിരിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇത് കുറച്ച് കനത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒരു സൈഡ് ഒന്നാവുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇത് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ട്രേ ഒന്ന് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്. ലെയറെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല പോലെ ലെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്